ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 110-ാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലക്ഷ്മി അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. ലക്ഷ്മി വെൽക്കംസ് യു. ഇന്ന് വരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത 2537 പേർക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കട്ടൻ ചായക്ക് അത്യാവശ്യം വേണ്ടിയിരുന്ന ഡാർജിലിംഗ് ലോങ് ലീഫ് ടീ ഇന്ന് ഓൺലൈനായിട്ട് അതിന് കിട്ടി. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മളൊന്ന് കണ്ടാലോ? അത് നമ്മളിപ്പം കൊറിയറിൽ വന്നു. കൊറിയറിൽ വന്നതിന് നമ്മൾ പാക്കറ്റ് ഓപ്പൺ ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന ആ ഡാർജിലിംഗ് ടീ അത് നമ്മൾ പാക്കറ്റിൽ നിന്ന് എടുത്തു. അതിനെ നമ്മൾ ആ കൂടിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കണം. കൂട് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. ആ ചായയുടെ പ്രത്യേകതകളൊക്കെയാണ്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെയാണ് അതിൻ്റെ കവറിൽ എഴുതിയിരിക്കുന്നത്. അത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിന് ഒരു അത്യാവശ്യം വേണ്ട ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അത് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വില എഴുതിയിരിക്കുന്ന സ്ലിപ്പൊക്കെ കണ്ടു. അപ്പോൾ നല്ല വിലയുള്ള സാധനമാണ്. അതിൻ്റെ 495 രൂപയാണ് 250 ഗ്രാമിന്. അതായത് അപ്രോക്സിമേറ്റ്ലി 2 രൂപ പെർ ഗ്രാം. നമ്മളത് ഇത് ഇത്രയും കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഇത് ടേസ്റ്റുള്ള സാധനമാണ്. നമ്മൾ യൂട്യൂബിലല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എന്തിനും കുറയ്ക്കാനായിട്ട്. യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകതയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലേ. നമുക്കിഷ്ടമുള്ള സാധനം മേടിക്കാം യൂട്യൂബിൽ വർക്ക് ചെയ്താൽ. അതൊക്കെ ഇപ്പം ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. അപ്പോൾ നമ്മൾ ആ അൺബോക്സ് ചെയ്തത് കത്രിക കൊണ്ട് നമ്മളതിനെ മുറിച്ചു. അത് കായം കോയും വലിച്ചെറിയാൽ ശരിയാകുകയല്ല. അതുകൊണ്ട് മാന്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാണ്. അപ്പോൾ നമ്മളതിനെ തുറന്നിട്ട് ചെറിയൊരു വാതിൽ വെച്ചിട്ടുണ്ട്. ഒത്തിരി വലിയ വാതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം അതിൻ്റെ അരോമ പോകും. അരോമ മീൻസ് അതിൻ്റെ ആ സുഗന്ധം പോകും. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞു കപ്പിലേക്ക് നമ്മൾ കുറച്ച് കുടഞ്ഞിടുകയാണ്. ഇന്ന് ആവശ്യമുള്ള ചായ 2 ചായക്ക് എത്ര മതിയാവും? ഒരു പക്ഷേ അത് കൂടുതലുമായിരിക്കും. എൻ്റെ വില വെച്ച് നോക്കുമ്പോൾ അത്ര ഉപയോഗിക്കുന്നത് ശരിയില്ല. ഇത് നിങ്ങൾ വായിച്ച് നോക്കണേ, സ്ലോ ചെയ്തിട്ട് വായിച്ച് നോക്കിയാൽ മതി. ഞാനത് വായിച്ച് പറയുമ്പോൾ ഇച്ചിരി ലോങ് ആവും. ഇത് പഴയ ആ കൂടും ഞാൻ കളയാതെ ഭാഗത്ത് വെച്ചിരുന്ന ഇപ്പോൾ ഇതിൻ്റെ കൊടുത്ത് വെച്ചിരിക്കുക. അപ്പം ഒരു ചിലർക്ക് സംശയമൊക്കെ ഉണ്ടാവില്ല. എന്നാൽ ഈ തേയില കൊണ്ട് നമുക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ തേയില, ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, വെള്ളം. അപ്പം വെള്ളം വരെ ഞാൻ ഈ ലിസ്റ്റിൽ എഴുതുന്നതിന് വെച്ചാൽ വെള്ളം ഒരു അത്യാവശ്യ ഘടകമാണല്ലോ. ലെറ്റ് സ്റ്റാർട്ട് ദ വർക്ക്. എല്ലാ സാധനവും ടീക്ക് വുഡ് പെക്കറിൻ്റെ പലകയിൽ വെച്ചിരിക്കുകയാണ്. പലകയല്ല, കട്ടിംഗ് ബോർഡ്. അത് ഭയങ്കര വിലയുള്ളതാണ്. ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ടീക്ക് വുഡ് പെക്കറിന് സ്വന്തം വെബ്സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനേക്ക് ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് എടുക്കാനുള്ള നേരം കളയേണ്ടതെന്ന് വിചാരിച്ചു. ഓരോന്നോരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് വെള്ളം എടുക്കേണ്ട പാത്രം. ഇതാണ് നമ്മുടെ ഫിൽറ്ററിങ് യൂണിറ്റ്. ഇതാണ് 2 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ഒറ്റ ഗ്ലാസ് വെള്ളം. നെക്സ്റ്റ് ഐറ്റം ഈസ് തേയില. അടുത്തത് മധുരം. ഗ്രീൻ ഫ്രീ അല്ല, ഷുഗർ ഫ്രീ തേയില. അതല്ല തെറ്റി, ഷുഗർ ഫ്രീ മധുരം. പിന്നെ ഇത് ഏലക്കായും കറുവാപ്പട്ടയായിരുന്നു. അത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഇഞ്ചി, അതിൻ്റെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കപ്പ് ആണ് അടുത്ത ഐറ്റം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ അടുത്ത് നമ്മുടെ ഹീറ്ററിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ വിൻഡോ ഞാൻ തുറന്നിട്ട് കാണിക്കാം, മഴയൊന്നും പെയ്യുന്നില്ല എന്നുള്ളത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഹീറ്റർ ഓൺ ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ പാത്രം വയ്ക്കുന്നത്. 2 രീതിയിലും വയ്ക്കാം. പാത്രം വെച്ചിട്ട് ഓൺ ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഹീറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പാത്രം വെച്ച ഉടനെ വെള്ളം ഇല്ലെങ്കിൽ അത് ചൂടാകാൻ തുടങ്ങി, ഭയങ്കര പെട്ടെന്ന് ചൂടാകുകൊണ്ട് ആക്ച്വലി വെള്ളം ഒഴിച്ചിട്ട് വേണം അത് വയ്ക്കാനായിട്ട്. ഞാനങ്ങനെ തിരിച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇഞ്ചി, അതിന് പുറകെ ഇടുന്നു കറുവാപ്പട്ടയും ഏലക്കായും കൂടെ പൊടിച്ചില്ലെങ്കിൽ അരിഞ്ഞത്. അത് പൊടിക്കുന്ന ഒരു സംവിധാനം വാങ്ങണം. ഇനി അതൊരു ആവശ്യമാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് 2 കാര്യങ്ങൾ പറയാം. ആദ്യം ഞാൻ ഇത് എന്തിനാണ് ഈ പ്രോഗ്രാം ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാം ഒരു പ്രാർത്ഥനയാണ്. ആ വചനം നമ്മൾ വായിക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് ഗുണങ്ങളുണ്ടാകുന്നു. നമുക്ക് എൻ്റെ ഒരു നിയോഗമാണ്. എൻ്റെ ഈ ചാനലിനെ ദൈവം അനുഗ്രഹിക്കണം. അതിനനുസരിച്ച് എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നുണ്ട്. നിങ്ങളൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കണ്ടാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാവോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാവോ എന്ന് ഞാൻ ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ല. അത് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഈ കാപ്പിയുടെ രഹസ്യം, അല്ലെങ്കിൽ ചായയുടെ രഹസ്യം.
അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം പഴയ ആൾക്കാരെല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് എന്ന് പറയാൻ ഇച്ചിരി വിഷമമുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. പുതിയ ആൾക്കാർ വരുന്നവർ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു ഇമോജി, ഹാർട്ടിൻ്റെയോ മുഖത്തിൻ്റെയോ കൈയുടെ എന്തെങ്കിലും ഒരു ഇമോജി ഇട്ടേക്കുക. അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആവശ്യമുണ്ടെന്ന്. നിരവധി ആളുകൾ ഈ സൗകര്യം ഇത് അനുഭവിച്ചിരിക്കുകയാണ്. അവരെല്ലാം ഈ ഇത് കേൾക്കുന്നുണ്ട്. അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം അത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തു, ഹീറ്റർ ഓഫ് ചെയ്തിട്ടാണ് വെള്ളത്തിലേക്ക് നമ്മൾ തേയില ഇട്ടത്. വെള്ളത്തിലേക്ക് തേയില ഇട്ടു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ തേയില നമ്മൾ ഇട്ടിട്ട് തിളപ്പിക്കരുതെന്നൊരു പ്രത്യേക നിർദ്ദേശം അതിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല കളറുമായി. അതിൻ്റെ ഈ കളറിന് 3 സൈസാണ്. അതായത് പെട്ടെന്ന് നമ്മളെടുത്ത് കഴിഞ്ഞാൽ ലൈറ്റ് കളറായിരിക്കും, മീഡിയം കളറായിട്ട് വരുന്നത് ഒരു മധ്യം ഭാഗം, അതായത് കുറച്ച് സമയം 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട്. അത് തീരെ നമ്മൾ മൊത്തം സമയം ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് കളറാകും. അങ്ങനെ 3 കളറാണ്, നോർമൽ, മീഡിയം ആൻഡ് ഡാർക്ക്. അപ്പോൾ നമ്മളൊരു മീഡിയം കളറിലാണ് എടുക്കുന്നത്, നടു കളർ. ഇനി നമ്മുടെ ഫിൽറ്ററിങ് സിസ്റ്റത്തിലേക്ക് വരികയാണ്. നമ്മുടെ ആ ടോങ്സ് ഉപയോഗിച്ച് പിടിച്ച് ഇടുക്കി എന്നൊക്കെ അതിന് പേരാണ്. ഇറുക്കി പിടിച്ചാൽ ഇറുക്കി. ഇനി നമ്മൾ ആ ഫിൽറ്ററിങ് യൂണിറ്റിലേക്ക്, അതായത് ആ മഗ്, നമ്മുടെ അരിപ്പ, ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് ഫിൽറ്ററിങ് യൂണിറ്റ്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ആ പെല്ലറ്റ് ഇടും. 2 പെല്ലറ്റ് കൊണ്ടുപോകും. പെല്ലറ്റ് ഇതാണ് 2 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണിത്. അതൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കുഞ്ഞ് 2 ഗുളിക കൊണ്ട് നല്ല മധുരം കിട്ടുന്നുണ്ട്. ഡയബറ്റിക്സിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുകയില്ലെന്നാണ് തോന്നുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും അത് ഡയബറ്റിക്സിന് കൊള്ളാമെന്ന് പറഞ്ഞെങ്കിൽ അത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് അതൊക്കെ ചെയ്യാവുള്ളത്. നിങ്ങൾ വെറുതെ ഇല്ലാത്ത പല്ലാപ്പ് ഉണ്ടാക്കണ്ട, എനിക്ക് പേരുദോഷം ഉണ്ടാക്കരുത്. അപ്പോൾ ഇത് നമ്മൾ തേയില നമ്മൾ ചായ ഊറ്റിയെടുത്തു, അരിച്ചെടുത്തു. ഇനി അതിനെ നമ്മൾ അരിച്ച് അതിൻ്റെ ഓരോ ലാസ്റ്റ് തുള്ളി വരെ നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുക. ഇത് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇപ്പോഴത്തെ സ്പൂണിട്ട് ഇളക്കണം. സ്പൂണിട്ട് നന്നായിട്ട് ഇളക്കുമ്പോഴാണ് ആ മധുരം അരിഞ്ഞു വരുന്നത്. അതിന് ഇളക്കി ഇനി നമുക്ക് അടുത്തത് ഇത് കപ്പിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സുന്ദരമായ കപ്പ് എടുത്തുകൊണ്ട് വെച്ച്, ഈ കപ്പിൻ്റെ പുറകിൽ പ്രാർത്ഥനയുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും പിന്നെ ഒരു കപ്പ് ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത്. ആ കപ്പിലേക്ക് ചായ ഒഴിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും പാടുപെട്ടാണ് ഒരു ചായ ഉണ്ടാക്കിയത്. ഇത്ര മണിക്കൂർ എടുത്ത് രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ രാത്രി സന്ധ്യ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചായപ്പണി തീർന്നില്ല. ഇങ്ങനെ ഞാൻ ചായ വിൽക്കാനിരുന്ന ചായക്കട നഷ്ടത്തിൽ പോകുമെന്നാണ് തോന്നുന്നത്. ഇനിവേ നമ്മൾ ചായ നമ്മുടെ മേശപ്പുറത്ത് കൊണ്ട് വെച്ച്, മേശപ്പുറത്തേക്ക് ബൈബിൾ ആദരവോടുകൂടി എടുത്തുകൊണ്ടുവന്ന്, ആദരവ് എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഗ്രന്ഥങ്ങൾ ആദരവോടുകൂടി കൈകാര്യം ചെയ്യണം. നമുക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വചനം കിട്ടണം. വചനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാദർ മാത്യു വയലാമണ്ണിലച്ചൻ നയിക്കുന്ന ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ ഇന്നത്തെ എപ്പിസോഡാണ്. അതാണ് ഈ കാണുന്നത്. അത് രാവിലെ 5:30 മണിക്ക് വരുന്നതാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ വചനം ന്യായാധിപന്മാർ 5:31. ഞാൻ ആ വചനം വായിക്കാം. ന്യായാധിപന്മാർ അധ്യായം 5:31 തിരുവചനം. കർത്താവേ, നിൻ്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു, എന്നാൽ നിൻ്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ. തുടർന്ന് 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു. വചനം ഇവിടെ തീർന്നു. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ നമ്മൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം.